അടുത്ത നമ്മുടെ എട്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ അടുത്തൊരു കമാൻഡാണ് CPIO. CPIOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോപ്പി ഇൻ കോപ്പി ഔട്ട് എന്നാണ്. നമുക്ക് ഈ CPIO കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കുറേ ഫയലുകളെ കൂടി മെർജ് ചെയ്ത് വയ്ക്കാം. കുറേ ഫയലുകളെ നമുക്ക് വേണമെങ്കിൽ ടാർ ഫയലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മെർജ് ചെയ്തിട്ടുള്ള ഫയലുകളെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം. അപ്പോൾ 3 മോഡിൽ CPIO കമാൻഡ് വർക്ക് ചെയ്യും. ഒന്ന് ഇൻപുട്ട് മോഡിൽ, അതായത് മെർജ് ചെയ്യുന്ന മോഡിൽ, ഔട്ട്പുട്ട് മോഡിൽ, അതായത് എക്സ്ട്രാക്ട് ചെയ്യുന്ന മോഡിൽ, പിന്നെ പാസ് മോഡ്, അതായത് ജസ്റ്റ് കോപ്പി ചെയ്യുന്ന ഒരു മോഡ്. അങ്ങനെ 3 മോഡിൽ CPIO കമാൻഡ് വർക്ക് ചെയ്യും. ഇപ്പോൾ CPIO കമാൻഡ് കൊടുക്കുന്ന രീതി ഒരു വ്യത്യാസമാണ്. നമ്മൾ CPIO എന്ന് എഴുതണം, നമ്മൾ ഏതോ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. -O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് മോഡ്, -I എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മോഡ്, -P എന്ന് പറഞ്ഞാൽ പാസ് മോഡ്, അതായത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നൊരു മോഡ്. ഒരു ഡയറക്ടറിയിൽ നിന്ന് വേറെ ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യുക, അങ്ങനത്തെ ഒരു മോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡയറക്ഷൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ പൈപ്പ് സിമ്പിൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ കോപ്പി ഡയറക്ഷൻ പറയാം. നമ്മൾ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് ഫയലിൻ്റെ പേര് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പറയുന്ന രീതിയല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് വെറുതെ ഫയലിൻ്റെ പേരിന് പകരം അതിൽ നമ്മളൊരു നെയിം ലിസ്റ്റ്, ഫയൽ നെയിം ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫൈൻഡ് എന്നുള്ളൊരു കമാൻഡാണ്. ഫൈൻഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താൽ നമുക്ക് ഒരു പ്രത്യേക ഫയലുകളുടെ ലിസ്റ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫയൽ ലിസ്റ്റാണ് അല്ലെങ്കിൽ ഫയലിൻ്റെ നെയിം ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ആർക്കൈവ് ചെയ്യുന്ന ഫയലിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാം, കോപ്പി ഔട്ട് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ CPIO-O ദെൻ നെയിം ലിസ്റ്റ് കൊടുക്കണം, ആർക്കൈവ് ഫയൽ കൊടുക്കണം. ഇനി അത് ഇൻപുട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന മോഡിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് മോഡിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് ഫയലാണ്, ആർക്കൈവ് ഫയലാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ സ്പേസ് ഇട്ടിട്ടല്ല, ഇങ്ങനെ റീഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് കോപ്പി ചെയ്യുന്ന മോഡിലാണെങ്കിൽ CPIO-P ഏത് ഡയറക്ടറിയിലേക്കാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് പറയുന്നു, നമ്മുടെ ഫയലിൻ്റെ ലിസ്റ്റ് ഏത് ഫയൽ ലിസ്റ്റാണെന്ന് അത് പറയുന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഈ -H എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാം. ടാർ ഫയലാണോ, സിപ്പ് ഫയലാണോ, ഏത് ഡെഫ് ഫയലായിട്ടാണ് നമ്മൾ CPIO കമാൻഡ് ഉപയോഗിച്ചിട്ട് ഫയലിനെ ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ള കാര്യം പറയാനാണ് -H. ഇനി നമുക്ക് ഡംപ് എന്നൊരു കമാൻഡ് ഉണ്ട്. ഡംപ് എന്ന് പറഞ്ഞ കമാൻഡ് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫയൽ സിസ്റ്റം, അതായത് SD, നമ്മുടെ സാധാരണ ഡ്രൈവ് എന്ന് നമ്മൾ വിൻഡോസിൽ പറയും. ഇവിടെ ആകുമ്പോൾ നമ്മൾ അതിന് പറയുക ഒരു ഡ്രൈവ് തന്നെ റെപ്രസെൻറ്റഡ് ആസ് സം ഫയൽസ് ആണ്. അതായത് /DEB/SDA അല്ലെങ്കിൽ /DEV/SDB, SDA1, SDA2 അല്ലെങ്കിൽ SDB1, SDB2 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എൻറ്റയർ ഫയൽ സിസ്റ്റത്തിനെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊരു വലിയൊരു ഫയൽ ആയിട്ടാണ് അത് ക്രിയേറ്റ് ആവുക, കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡംപ്. അതുപോലെ തന്നെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിൽ നിന്ന് നമുക്ക് ഫയൽസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് റീസ്റ്റോർ എന്നുള്ള കമാൻഡ്. 2 കമാൻഡാണുള്ളത്. പിന്നെ നമുക്ക് ഈ ബാക്കപ്പിൻ്റെ ആക്ച്വൽ ബാക്കപ്പ് കമാൻഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഡംപ്. ആക്ച്വലി ഉബുണ്ടുവിലെ. അപ്പോൾ അതിന് നമുക്ക് നോർമലി 2 തരത്തിൽ ബാക്കപ്പ് ഉണ്ട്. ഫുൾ ബാക്കപ്പ് ആൻഡ് ഇൻക്രിമെൻറ്റ് ബാക്കപ്പ്. അതായത് ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ ബാക്കപ്പ് നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ എല്ലാ ഫയലും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത്. ഇൻക്രിമെൻറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ എടുത്ത ഒരു ബാക്കപ്പ് ഫയലിലോട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 100 ഫയലുള്ള ഒരു സമയത്ത് നമ്മളൊരു ബാക്കപ്പ് എടുത്തു, അതിനുശേഷം ഒരു 10 ഫയൽ ക്രിയേറ്റ് ആയി. ദെൻ ഡംപ് കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻക്രിമെൻ്റൽ ബാക്കപ്പാണ് എടുക്കാവുന്നത്. മൊത്തം ബാക്കപ്പ് എടുക്കണ്ട, മുഴുവൻ ബാക്കപ്പ് ഫയൽ സിസ്റ്റത്തിന് മുഴുവൻ ബാക്കപ്പ് എടുക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് വന്ന മാറ്റങ്ങൾ മാത്രം ബാക്കപ്പ് എടുക്കണമെങ്കിൽ ഇൻക്രിമെൻറ്റ് ബാക്കപ്പ്. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഓപ്ഷൻസ് നമ്മുടെ ഡംപ് കമാൻഡിലുണ്ട്. അതായത് ഡംപ് - കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ട് ഹാഷ് കൊടുക്കും. ഇപ്പോൾ 0 ഹാഷ് എന്ന് കൊടുത്താൽ ഫുൾ ബാക്കപ്പാണ്. അതുപോലെ നമ്മൾ ഓരോ ബാക്കപ്പ് ചെയ്യുമ്പോഴും ഓരോ ബാക്കപ്പ് റെക്കോർഡായിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആക്ച്വലി ബാക്കപ്പ് ചെയ്യാൻ ആദ്യകാലങ്ങളിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ടു എ ടേപ്പ് ഫയലിലാണ്. അപ്പോൾ അവിടെ റെക്കോർഡാണ്, സീക്വൻഷ്യൽ ഫയൽ ആയതുകൊണ്ട് ഓരോ റെക്കോർഡ് ബൈ റെക്കോർഡായിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈസാണ് ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. -F എന്നുള്ളത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡംപ് ചെയ്യുന്ന ഫയലിൻ്റെ പേര് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരുമ്പോഴാണ് -F.
അപ്പോൾ നമുക്കിത് കൂടാതെ നമുക്ക് -u ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാം, റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യാം. ബ്ലോക്ക് സൈസ് സ്പെസിഫൈ ചെയ്യാൻ -b ഉപയോഗിക്കാം. ഏതൊക്കെ നമുക്ക് ഫയൽ സിസ്റ്റത്തിന് നമുക്ക് ഡംപ് ചെയ്യണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ -w ഉപയോഗിക്കാം. അതുപോലെ നമുക്കൊരു എസ്റ്റിമേറ്റ് കാണണം, എത്ര സ്പേസ് നമുക്ക് ഉപയോഗം വരും നമ്മുടെ ഡംപ് ചെയ്യുമ്പോൾ സമയത്ത്. നമ്മുടെ ഇപ്പം നിലവിലുള്ള നമ്മുടെ ഡയറക്ടറീസ് അല്ലെങ്കിൽ ഫയൽ സിസ്റ്റം മുഴുവനായിട്ട് ഡംപ് ചെയ്യാൻ എത്ര സ്പേസ് വരും. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഡംപ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഡയറക്റ്റായിട്ട് കാണിക്കുള്ളൂ, മറ്റത് ഒരുപാട് സൈസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ കമാൻഡ്സ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാം.